നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ എന്താണ് ഒരു പുതിയ പേരായിട്ട് വീഡിയോ ചെയ്യുന്നത്. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും നമ്മളുടെ പേര് വെച്ചിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരും എടുക്കാത്തൊരു പേര് ഉപയോഗിച്ചത്, ദ റിയൽ റിട്രീവർ 2.0. ഈ പേരാണ് ആദ്യം ഉപയോഗിക്കാത്തത്. അതുകൊണ്ട് പ്ലീസ് ആരും ഈ പേര് ഒന്ന് കോപ്പി ചെയ്യാതിരിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പറഞ്ഞു മറന്നുപോയി, ഞാൻ ഇന്ന് പേ ബാക്കാണ് കളിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പകുതിക്ക് ഒരു മാച്ച് നിർത്തി വെച്ചായിരുന്നു റേസിങ്ങിൻ്റെ. അപ്പം നമുക്ക് പുതിയ മാച്ച് ആയതുകൊണ്ട്, പുതിയ വീഡിയോ ആയതുകൊണ്ട്, പുതിയ പേര് ആയതുകൊണ്ട് നമുക്ക് പുതിയ ഗെയിം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇപ്രാവശ്യം ഒരു 1 man ആർമി മാച്ച് കളിക്കാം. ഇവനെ നമുക്ക് കൊല്ലണം, ഫാവേക്സ് എന്ന് പറഞ്ഞ ആളെ. സോ കണ്ടില്ലേ, നമുക്ക് നല്ല സെറ്റ് ടാങ്ക് ഒക്കെ ഉണ്ട്. ആഹാ, ഇവനെ നമുക്ക് കൊല്ലേണ്ടത്. അവൻ നമ്മളെ മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓഹോ, കുറേ പേരുണ്ട് ഇവിടെ. എല്ലാത്തിനെയും നമുക്ക് കൊല്ലാം. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ യൂട്യൂബർ ഉണ്ട്, ദേവ് ഗെയിമർ. അവനെ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിലൊന്ന് ടാഗ് ചെയ്തേക്കാം. സോ എല്ലാവരും പോയി ഒന്ന് അവനെ സപ്പോർട്ട് ചെയ്യും. ഒരു 100 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുറേ ദിവസമായി കാലുപിടിക്കുന്നു. അല്ല, എന്നെ തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആകെ എനിക്ക് 28 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതന്നെ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ട് കുറേ പേരാക്കി തന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്ട് നിന്നാൽ നമ്മൾക്ക് വെറുതെ ഒരു യൂട്യൂബേഴ്സായി പോകില്ല. ഇവിടെ എല്ലാവരും ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇവൻ്റ് കംപ്ലീറ്റ് ആക്കി ഇരിക്കുന്നു. നോക്കുക, 10 ആളെ കൊന്നു. നമ്മൾ സ്കോറും 10ആണ്. നമ്മൾ ഒരിക്കൽ പോലും മരിച്ചിട്ടില്ല. ഇവരൊക്കെ എത്രയോ പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുതിയൊരു ഇവൻ്റ്, ഫസ്റ്റ് ഇവൻ്റ് എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ആയി നോക്കിയേ. ഇത് സ്പ്രിൻ്റാണ് ഗൈസ്, നമ്മളെ കാറ്. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഹോ, നമ്മളിപ്പം ലാസ്റ്റാണ് ഗൈസ്. അപ്പം നമുക്ക് ഇവരൊക്കെ കടത്തിയിടണം. നമ്മളിതാ എങ്ങനെയാണ് മുമ്പോട്ട് കയറുന്നത് നമുക്ക് പോലും അറിയില്ല ഗൈസ്. എല്ലാവരും ഇടിക്കുകയൊക്കെ ചെയ്യാണ്. ഇവിടുന്ന് വീണാലും സീനാണ്. അതാ നമ്മളെ ഒന്ത് ഇട്ടിട്ടുണ്ട്. റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അതുപോലെ 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ശരിക്കുള്ള പേരെന്തായിരുന്നെന്ന്. റിയൽ നെയിം ഈസ് അമർകൃഷ്ണ KP. ആൻഡ് ഞാനത് എൻ്റെ ഷോർട്സ് നോക്കിയാൽ നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും കാണുക. ടാഗ് ചെയ്തിട്ടുണ്ട് ഞാൻ. മൈ ഗാഡ്, നമ്മളിപ്പം 5ാം സ്ഥാനത്തുണ്ട്. അയ്യോ, 9 എത്തി. മൈ ഗാഡ്, നമ്മൾ വണ്ടി മുങ്ങിപ്പോയി. പക്ഷെ നമുക്ക് ഇവിടെ ചാവില്ല. നമ്മൾ റിട്ടേൺ അടിച്ച് നമ്മളെല്ലാവരും തോപ്പിരിക്കും ഗൈസ്. 8ാം സ്ഥാനത്തില്ല, സോറി. നമുക്ക് അറ്റ്ലീസ്റ്റ് ഗൈസ് നമ്മൾ 6ാം സ്ഥാനത്തായിട്ട് സ്റ്റാർസ് ഇല്ല. അതുകൊണ്ട് സാരില്ല. ഇപ്പം നമ്മൾ ഇത് എത്ര മിനിറ്റത്തെ വീഡിയോ ആണെന്ന് നോക്കാമല്ലോ. 4 മിനിറ്റത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇന്ന് 10 മിനിറ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഗ്യാങ് വാർഫെയർ പെട്ടെന്ന് ഇതിൽ തീരും. മീൻസ് ഇത് പെട്ടെന്ന് ആൾക്കാർ കൊല്ലാണ് വേണ്ടത്. ഇവയൊക്കെ കളിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതിൽ ഞാൻ എവിടെയാണ് ഗൈസ്? ഒരു മിനിറ്റ്, മാപ്പ് എടുക്കട്ടെ. ഓക്കെ ഒരുത്തൻ നമ്മൾ എടുത്തേക്കും. അവരെ നമുക്ക് കൊന്നിട്ടുണ്ട്. വലിയ ശത്രുക്കളാണ് ഈ നാട്ടിൽ. ചേട്ടാ വണ്ടി വേണം. നൈസ് കാർ. വണ്ടി തരാൻ പറഞ്ഞിട്ട് ഇയാൾ ഇവിടെ പോകും.
വണ്ടി തരാൻ പറഞ്ഞാൽ തന്നോളൂ. ഹലോ 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 ബഡി. ആ ഓ ഹേ അതാ എല്ലാവരും വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ ഗൈസ്. അവർ പൊട്ടിത്തെറിയണം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ എല്ലാവരും കൊല്ലണം. ഇത് രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട്. ഓ സോറി, നമ്മളാൾക്കാരും ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്. അവരൊക്കെ വന്നാലും നമുക്ക് പണിയാണ്. ഓ ഇവിടെ നമ്മളെപ്പോൾ ചാവുകയെന്ന് പറയാൻ കഴിയില്ല. വണ്ടീൻ്റെ അടിയിൽ കൂടിയൊക്കെ ഇത് കളിക്കുമ്പോൾ ഒരു മിനി GTA ഇത് വരുന്നുണ്ട് ഗൈസ്. പക്ഷേ GTA കളിക്കുന്ന സുഖം വേറെ തന്നെയാണ്. ഒരു പൊട്ടിത്തെറി നടന്നു. ആരൊക്കെ അവിടെ കുത്തിരിക്കുന്നു. ഈ വണ്ടീനൊക്കെ മുകളിലേക്കൂടി പോയേ പറ്റൂ. പക്ഷെ അവരെവിടെയാണ്? ബ്രോ അപ്പുറത്തേക്ക് പോ. അപ്പുറം ട്രക്കിലുണ്ട്, കൊല്ലവാ. എന്താ ആൾക്കാരില്ലേ? ഓ മിസ്റ്റർ പിങ്ങിനെ കൊന്ന്. ഓ ഇവിടെ ആരുമില്ല. സേഫ് സോൺ, സേഫ് സോൺ. ഭയങ്കര ട്രാഫിക്കാണ്. ഇയാളെ കൊന്നു. എന്നാൽ കുറച്ച് പൈസ കിട്ടൊക്കെ. ഇതാണ് നമ്മളെ സൂപ്പർ വണ്ടി. ഞാൻ കാണിച്ചത് ഈ വണ്ടീൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ. ഈ വണ്ടിക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്, കണ്ടോ? ഈ വണ്ടി ഇത് ശരിക്കും ന്യൂസ് റിപ്പോർട്ടർമാരുടെ വണ്ടിയാണ്. ഞാൻ ഈ വണ്ടീനെ ഇവിടെ സൈഡ് പാർക്ക് ചെയ്തു. എൻ്റെ മുകളിൽ കണ്ടോ ഈ മിനി കാറിൻ്റെ ഒരു ഇത് ഞെക്കിയുണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരു മിനി റേസിംഗ് കാർ പുറത്ത് വരും. എന്നിട്ട് നമുക്ക് ആരെയാണ് കൊല്ലേണ്ടത്? അയാളുടെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യുക, എന്നിട്ട് ബോംബ് പൊട്ടിത്തെടുക്കുക. ഒന്നുമില്ല, അത് എൻ്റെ അനിയത്തിയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇവിടുന്ന് സ്ഥലം മാറാം, അല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ടിത്തെറിയിൽ പെടും. ലെറ്റ്സ് ഗോ. അപ്പോൾ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്. എന്താ അനിയത്തി വേണ്ടത്? ഇതാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ എടുക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കള്ളന്മാരുണ്ട്. ഇവിടെ ബോംബ് പൊട്ടിത്തെറിക്കാം. വണ്ടി റിവേഴ്സ് ഗിയർ എടുക്കുക. എപ്പോൾ വണ്ടി പൊട്ടിത്തെറിക്കലെടുക്കുന്നത്? റിവേഴ്സ് ഗിയറും വെക്കാനില്ലല്ലോ. ഓ അപ്പോൾ എൻ്റെ അനിയത്തി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൊട്ടിത്തെറിയുണ്ടല്ലോ. ഓ വീണ്ടും പൊട്ടിത്തെറി എടുത്തിട്ടുണ്ട്. അതറിയില്ല ഗൈസ്. പക്ഷെ നമുക്ക് ഇവിടെയാണ് ശരിക്കുള്ള പൊട്ടിത്തെറി നടത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇറങ്ങുകയാണ്. സോറി ഗൈസ്, അത് എനിക്ക് പറ്റിയ പണിയല്ല. എന്നാലും ഞാൻ ചെയ്യേണ്ടത്. കൊന്നല്ലടാ. എന്താ പറഞ്ഞൊരു വിചാരം? ചത്തല്ല നീ. അല്ല, ഈ ഇവിടെ സാധാ കാണുന്ന ആളില്ല. എൻ്റെ അനിയത്തി കൊന്നായിരുന്നു. എന്നെ കിച്ചെന്നാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിളിക്കുന്നത്. അവനും കൊല്ലണല്ലോ. ഓക്കെ, ഇവിടെ ഒരു പൊട്ടിത്തന്നെ നടക്കുക. ഇവ ചത്തവൻ തന്നെ വീണ്ടും വീണ്ടും വരുവാളാ. അയ്യാ, എന്നെ കൊന്നുറായി വരും. നമുക്ക് 3 സ്റ്റാർ കിട്ടി ഗൈസ്. നമുക്ക് 3 സ്റ്റാർ കിട്ടി. നമ്മളാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത്. നമ്മളുടെ ടീമിൽ നമ്മൾ 1-ാം സ്ഥാനത്തുള്ളത്. നമ്മൾ ഒറ്റ പ്രാവശ്യം മരിച്ചു, 8 ആളെ കൊന്നു. നമുക്ക് 0.6 ഗൈസ്. ഇനി നമുക്ക് എന്താണ് റൈഡിങ് ഷോട്ട് ഗൺ എടുക്കാം. ഇനി 1 മിനിറ്റ്. ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞ ടൈം എത്തി.
10 minutes. അപ്പം നമുക്ക് ഇവിടെ നിർത്താം. അപ്പം see you soon later. Bye.